NDA സ്ഥാനാർത്ഥി വി മുരളീധരന്റെ വാഹന പ്രചാരണ ജാഥ ആരംഭിച്ചു. ആറ്റിങ്ങൽ മണ്ഡല പര്യടനത്തിന്റെ ഭാഗമായ യാത്ര വക്കം നിലയ്ക്കാമുക്കിൽ നിന്ന് ആരംഭിച്ചിരിക്കുകയാണ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്ന വിവരങ്ങളുമായി. പ്രശാന്ത്, ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ NDA സ്ഥാനാർത്ഥി വി മുരളീധരന്റെ പ്രചാരണ ജാഥ ആരംഭിച്ചിരിക്കുകയാണ്. ആറ്റിങ്ങൽ മണ്ഡല പര്യടനത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ യാത്ര ഇപ്പോൾ വക്കം നിലയ്ക്കാമുക്കിൽ നിന്നാണ് ആരംഭിച്ചതായി അറിയാൻ സാധിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് മുതൽ വി മുരളീധരൻ സജീവമായി തന്നെ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ സജീവമായി കഴിഞ്ഞു. ഊർജിതമായി തന്നെ അണികളും കൂടെയുണ്ട്. വിവരങ്ങൾ. രോഹിണി, വി മുരളീധരന്റെ വാഹന പ്രചരണ ജാഥ ഈ ആറ്റിങ്ങലിലൂടെ കടന്നു പോവുകയാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെതായ വാഹന പ്രചരണ ജാഥയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിലയ്ക്കാമുക്കിൽ നിന്നാണ് ആരംഭിച്ചത്. അവിടെ നിന്ന് വെളിവിളാകം, വക്കം റോഡ്, വക്കം ജംഗ്ഷൻ, കണ്ണമംഗലം ക്ഷേത്രം, ഇങ്ങനെയുള്ള ഈ വഴികളിലൂടെ എല്ലാം സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ വാഹന പ്രചരണ ജാഥ കടന്നു പോകുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇത്തരത്തിൽ വലിയൊരു സ്വീകാര്യത ഈ വി മുരളീധരന്റെ വാഹന പ്രചരണ ജാഥയ്ക്കും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുമെല്ലാം ലഭിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് സാധാരണക്കാരായ ആളുകളാണ് ഇതിന് ഈ ജാഥയെ അനുകൂലിച്ച് വരുന്നത്, അല്ലെങ്കിൽ ജാഥയ്ക്ക് ആനുകൂല്യം പ്രകടിപ്പിച്ചുകൊണ്ട് വരുന്ന സാഹചര്യമൊക്കെ ഉള്ളത്. അതായത് വലിയൊരു ജനാവലി ഈ മുരളീധരന്റെ ഈ വാഹന പ്രചരണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അടുത്തേക്ക് വരുന്നൊരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നയങ്ങളെ ഉയർത്തിക്കാണിച്ചുകൊണ്ട്, വികസന പ്രവർത്തനങ്ങളെ ഉയർത്തിക്കാണിച്ചുകൊണ്ടൊരു പ്രചരണമാണ് നടത്തുന്നത്. ഈ കഴിഞ്ഞ 10 കൊല്ലം ഏതൊക്കെ വികസന പദ്ധതികളാണോ നരേന്ദ്രമോദി സർക്കാർ ജനങ്ങൾക്കായി നൽകിയത്, സാധാരണക്കാർക്കായി നൽകിയത്, ആ വികസന പദ്ധതികളെ എടുത്തു പറഞ്ഞുകൊണ്ടാണ്, എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഈ വി മുരളീധരന്റെ ജാഥ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ ജനാവലി, വലിയൊരു പിന്തുണ ഇതിന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വാഹന പ്രചരണ ജാഥയ്ക്ക് ലഭിക്കുന്നത് നമുക്കറിയാം. നിശ്ചയിച്ച പ്രകാരമുള്ള ഒരു സ്വീകരണ പരിപാടികളുണ്ട്. എന്നാൽ ആ നിശ്ചയിച്ച പരിപാടികൾക്ക് നിന്ന് മാറിക്കൊണ്ട് വിവിധ സ്ഥലങ്ങളിലേക്ക് ഈ വാഹന പ്രചരണ ജാഥ കടന്നു പോകുന്ന വിവിധ വഴികളിലെല്ലാം ജനങ്ങൾ കൂട്ടമായി ചേരുകയും അവിടെയെല്ലാം സ്വീകരണ യോഗങ്ങളായി മാറുകയും ചെയ്തൊരു കാഴ്ച നമുക്ക് പങ്കുവയ്ക്കാനും സാധിക്കുന്നുണ്ട്. അതായത് മുൻനിശ്ചയ പ്രകാരമല്ലാത്ത രീതിയിലേക്ക് വലിയൊരു ജനക്കൂട്ടം ഈ പ്രചാരണ പരിപാടിയിലേക്ക് എത്തുന്നൊരു കാഴ്ചയെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണ് ഈ വാഹന പ്രചരണ ജാഥ കടന്നു പോകുന്നത്. വലിയൊരു സ്വീകാര്യത ഈ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ വി മുരളീധരൻ ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ പ്രചരണവുമായി ബന്ധപ്പെട്ട്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ വി മുരളീധരൻ ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതലല്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ ഈ മണ്ഡലങ്ങളിലെല്ലാം വി മുരളീധരന്റെ ഒരു വലിയ സാന്നിധ്യമുണ്ട്. അവരുടെ ആത്യന്തികമായ പ്രശ്നങ്ങൾക്കെല്ലാം വി മുരളീധരന്റെ ഭാഗത്തൊരു നേരത്തെ പ്രഖ്യാപിച്ചത്, അല്ലെങ്കിൽ നേരത്തെ സാധാരണ ജനങ്ങൾ, അല്ലെങ്കിൽ സാധാരണ ഈ സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴാണ് സ്വീകരണങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മണ്ഡലങ്ങളിലേക്ക് എത്തുന്നതെങ്കിൽ വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് മുമ്പേ തന്നെ, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ താൻ മന്ത്രിയായിരിക്കുന്ന കാലത്ത് തന്നെ ഈ മണ്ഡലങ്ങളിൽ വളരെ സജീവമായി നിൽക്കുകയും മണ്ഡലങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നൊരു കാഴ്ചയുമുണ്ട്. അത് മാത്രമല്ല, ഈ വികസനങ്ങൾ മാത്രമാണ് താൻ എടുത്തു പറയുന്നത്, വി മുരളീധരൻ എടുത്തു പറയുന്നത്. മറ്റൊന്നും അല്ലെങ്കിൽ തന്റെ എതിരാളികളായ എതിർ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടിട്ടുള്ള ആളുകളെ വിമർശിക്കുവാനോ അല്ലെങ്കിൽ അത്തരം സമീപനങ്ങളിലേക്ക് അദ്ദേഹം കടക്കുന്നേയില്ല. ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനങ്ങളൊന്നും മാത്രമാണ് എടുത്തു പറയുന്നത്. വിവിധമായിട്ടുള്ള ഏതൊക്കെ പദ്ധതികളാണോ അദ്ദേഹം ഈ നരേന്ദ്രമോദി ജനങ്ങൾക്കായി ആവിഷ്കരിച്ചിട്ടുള്ളത്, നടപ്പാക്കിയത്, ആ നടപ്പാക്കിയ പദ്ധതികൾ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ടൊരു പ്രചരണത്തിലേക്കാണ് കടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം, ഈ വാഹന പ്രചരണ ജാഥ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം, എത്തിച്ചേരുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയൊരു ജനസാഗരം തന്നെ കൂടുന്നൊരു കാഴ്ചയുമുണ്ട്. അങ്ങനെ അത്തരത്തിലൊരു വലിയ സ്വീകാര്യത ഈ വാഹന പ്രചരണ ജാഥയ്ക്ക് ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ പര്യടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മണ്ഡലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വലിയൊരു ജനസാഗരം ഈ ജാഥ കടന്നു പോകുന്ന മണ്ഡലങ്ങളെല്ലാം അല്ലെങ്കിൽ സ്ഥലങ്ങളിലെല്ലാം അനുഗമിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. നേരത്തെ വാമനപുരം അടക്കമുള്ള അല്ലെങ്കിൽ ചിറയൻകീഴ് അടക്കമുള്ള മണ്ഡലങ്ങളിലെല്ലാം പര്യടനം നടത്തിയിരുന്നു. ആ പര്യടനങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ഒരു ജനക്കൂട്ടം
ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെയും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള സ്വീകരണ യോഗങ്ങളിൽ നിന്നെല്ലാം മാറി ജനങ്ങൾ തടിച്ചുകൂടുകയും അവിടങ്ങളിൽ സ്വീകരണ യോഗങ്ങളായി മാറുകയും ചെയ്യുന്ന ഒരു കാഴ്ചയുമുണ്ട്. കഴിഞ്ഞ ദിവസം ഈ വിതുര മേഖലയിലായിരുന്നു വാമനപുരവും അതുപോലെ തന്നെ വിതുര മേഖലകളിലായിരുന്നു പര്യടനമെങ്കിൽ ആ വിതുരയുടെ തന്നെ ഈ ട്രൈബൽ മേഖലകളിലെല്ലാം വനവാസി മേഖലകളിലെല്ലാം ഈ വി മുരളീധരന്റെ ജാഥ കടന്നുപോയി, വാഹന പ്രചരണ ജാഥ കടന്നുപോയി. അവിടെല്ലാം വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തു. അതായത് നമുക്ക് ഈ എടുത്തു പറയേണ്ടത് ഈ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെതായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മലയോര മേഖലയും അതുപോലെ തന്നെ തീരദേശ മേഖലയും ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു ഭാഗത്ത് മലയോര മേഖലകളാണെങ്കിൽ മറ്റൊരു ഭാഗം തീരദേശ മേഖലകളാണ്. ഈ രണ്ട് മേഖലകളും അതിദരിദ്രരും സാധാരണക്കാരുമായ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. ഈ സ്ഥലങ്ങളിലെല്ലാം, അതായത് തീരദേശ മേഖലകളിൽ നേരത്തെ തന്നെ പല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പല പദ്ധതികളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, തീരദേശ മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വിദേശത്ത് പോയി അത്തരത്തിൽ മത്സ്യബന്ധനത്തിനായി പോയിട്ടുള്ള ആളുകളുണ്ടാവാം. അത്തരത്തിലുള്ള ആളുകളെല്ലാം കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യങ്ങൾ പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു. അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം വി മുരളീധരൻ്റെതായ ശക്തമായ ഇടപെടൽ ഈ തീരദേശ മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത് ഈ വനവാസി മേഖലയാണ്. ആ വനവാസി മേഖലകളിൽ പലതവണയായി ഈ മന്ത്രിയായിരിക്കുന്ന കാലത്ത് തന്നെ വി മുരളീധരൻ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വനവാസി മേഖലകളിലും അവരുടേതായ പ്രശ്നങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ അടക്കമുള്ള പ്രശ്നങ്ങളിൽ അദ്ദേഹം ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ ഈ രണ്ട് മേഖലകളിലും വളരെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയും വിജയവുമായി നമുക്ക് കാണാൻ കഴിയുന്നത്, അതായത് സാധാരണക്കാരോട് ചേർന്ന്, സാധാരണ അടിസ്ഥാന വർഗ ജനവിഭാഗങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു മനസ്സാണ് വി മുരളീധരനുള്ളത്. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങളുടെ ഒരു പിന്തുണ അത് എവിടെയും കാണാൻ കഴിയുന്നുണ്ട്. ഈ സ്വീകരണ യോഗങ്ങളിൽ ഏതൊക്കെ സ്വീകരണ യോഗങ്ങളിലാണോ പങ്കെടുക്കുന്നത് അവിടെയെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് തന്നെ നമുക്ക് അതായത് ഈ വാഹന പ്രചരണ ജാഥ ആരംഭിച്ച സമയത്ത് 90 വയസ്സുള്ള ഒരു അമ്മയാണ് വി മുരളീധരനെ ആദ്യമായി സ്വീകരിക്കുന്നത്. ശാല വീച്ചുകൊണ്ട് ഈ വാഹന പ്രചരണ ജാഥയെ ആദ്യമായി സ്വീകരിക്കുന്നത്. അങ്ങനെ അമ്മമാരുടെ ഒരു വലിയ കൂട്ടം ഈ ജാഥയിലേക്ക് കൊണ്ട് നിറകണ്ണുകളുമായി നിൽക്കുന്ന തങ്ങളുടെ സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ തങ്ങളുടെ നേതാവിനെ നിറകണ്ണുകളുമായി സ്വീകരിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ നമ്മൾ അത്തരത്തിലുള്ള ദൃശ്യങ്ങളും നമ്മൾ പങ്കുവെച്ചിട്ടും ഉണ്ട്. അത്തരത്തിൽ ഒരു കാഴ്ച ഈ മറ്റൊന്നും കാണാത്ത, മറ്റൊരു സ്ഥാനാർത്ഥിക്കും കാണാത്ത, മറ്റൊരു സ്ഥാനാർത്ഥിയേക്കും ജനങ്ങൾ നൽകാത്തത്ര സ്വീകരണം വി മുരളീധരന് ഈ മേഖലകളിലെല്ലാം ലഭിക്കുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. അതായത് നമുക്ക് മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഈ ആറ്റിങ്ങൽ മണ്ഡലവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ 2 തവണ മണ്ഡലം രൂപീകൃതമായി അതിനുശേഷം 2 തവണ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. അതും എ സമ്പത്ത് MP ആയ സ്ഥലമാണ്. അതിനുശേഷം എ സമ്പത്തിൽ നിന്ന് അടൂർ പ്രകാശ് ഈ മണ്ഡലത്തിൽ അടൂർ പ്രകാശിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മണ്ഡലത്തിൽ വിജയിച്ചു കയറുകയും ചെയ്തിരുന്നു. എന്നാൽ ഇവർ രണ്ടുപേരും മണ്ഡലത്തിൽ വിജയിച്ചു എന്നത് മാത്രമല്ലാതെ ഈ മണ്ഡലത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തുവാൻ ഈ രണ്ടുപേർക്കും കഴിഞ്ഞതുമില്ല. ഈ ഗ്രാമാന്തരങ്ങൾ അടക്കം ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്, ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ഈ ആറ്റിങ്ങൽ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടേ ഇല്ല. സാധാരണക്കാർ പ്രശാന്ത് പറഞ്ഞത് തന്നെയാണ് അതിന്റെ യഥാർത്ഥ വസ്തുതയും. കാരണം ഇപ്പോൾ കൂടെയുള്ള സ്ഥാനാർത്ഥികൾ വി ജോയിയെ സംബന്ധിച്ചിടത്തോളവും അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളവും അവർ വികസന മുന്നേറ്റത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു ആറ്റിങ്ങലിൽ എന്നുള്ളത് ഇപ്പോഴും അവിടെയുള്ള പൊതുജനങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വിദേശകാര്യ സഹമന്ത്രി എന്നുള്ള നിലയിൽ വലിയ രീതിയിലുള്ള നയതന്ത്ര ഇടപെടലുകളാണ് ഓരോ പ്രാവശ്യവും അദ്ദേഹത്തിന്റെ ഇടപെടലിലൂടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ കൊണ്ടുവന്ന ആ തരംഗം ഇത്തവണ വി മുരളീധരനിലൂടെ പൂർത്തിയാകുമെന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടത്. രോഹിണി, തീർച്ചയായും ആ ശോഭാ സുരേന്ദ്രൻ കൊണ്ടുവന്നൊരു തരംഗം, ആ തരംഗം വി മുരളീധരനോട് പൂർത്തിയാകും എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതായത് അതിലും അപ്പുറത്തേക്ക് ശോഭാ സുരേന്ദ്രൻ വന്നതിലും അപ്പുറത്തേക്ക് വി മുരളീധരന് ഒരു ജനസ്വീകാര്യത ഈ മണ്ഡലത്തിൽ ലഭിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ കൂടി പ്രവർത്തന ഫലമാണ്. അതായത് നമുക്ക് ഈ രോഹിണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്ത്രപരമായിട്ടുള്ള ഇടപെടലുകൾ പല കാര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തീരദേശ മേഖല പൂർണ്ണമായും വി മുരളീധരനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് തന്നെ പല വിവിധ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടന്നവരെ എല്ലാം, അതും ഈ തീരദേശ മേഖലയിലുള്ളവരെ എല്ലാം നാട്ടിലേക്ക് എത്തിക്കുന്നതിനുമായി ഒരു ഇടപെടൽ അത് അദ്ദേഹം നടത്തുകയുണ്ടായി. ആ ഇടപെടൽ എന്ന് പറയുന്നത് വളരെ
വലിയൊരു ഇടപെടലിലൂടെ വലിയ ഒരു ജനവിഭാഗത്തിന്റെ പിന്തുണ അദ്ദേഹത്തിന് ആർജിക്കാൻ കഴിഞ്ഞു. അതായത് നമുക്ക് ഇതിൽ പറയാൻ കഴിയുന്നത്, ചില വ്യക്തികൾ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ ഈ വാഗ്ദാനം അല്ല മുരളീധരൻ നൽകിയിരുന്നത്, താൻ പ്രവർത്തിച്ച് കാണിക്കുകയായിരുന്നു ഈ വിഷയങ്ങളിലെല്ലാം ചെയ്തിട്ടുള്ളത്. അതായത് ഈ കേവലം വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ വഞ്ചിക്കാതെ താൻ എന്താണോ പറയുന്നത് അത് പ്രവർത്തിച്ച് കാണിക്കുവാനുള്ള ഒരു ആർജവം വി മുരളീധരൻ കാണിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലകളിലെല്ലാം അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ലഭിക്കുന്നതിന്റെ കാരണമായും വിലയിരുത്തുന്നത്. വലിയ ജനസഞ്ചയം അദ്ദേഹത്തോടൊപ്പം കൂടുന്നുണ്ട്. നമുക്ക് എടുത്തു പറയേണ്ടത്, ഇതിൽ ഒരു ജാതി മത വർണ്ണവർഗ ഭേദങ്ങൾ ഒന്നുമില്ലാത്ത ജനവിഭാഗമാണ് അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്. മാത്രമല്ല, ഇതിൽ ഈ പാർട്ടി, അതായത് വിവിധ രാഷ്ട്രീയ കക്ഷികളിലുള്ള, അത് CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, മറ്റ് രാഷ്ട്രീയ കക്ഷികളായിക്കോട്ടെ, ആ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകളെല്ലാം അദ്ദേഹത്തെ കാണുവാനും അദ്ദേഹത്തോട് സംസാരിക്കാനും ഈ എല്ലാം വന്നു ചേർന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മറ്റൊന്ന്, പരാതി പ്രമേയങ്ങളാണ് ഈ വി മുരളീധരന്റെ യാത്രയിലുടനീളം അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അതായത് ഈ സംസ്ഥാന സർക്കാരിന്റെയും അതുപോലെ തന്നെ നിലവിൽ കോൺഗ്രസ് MP-യുടെ അടക്കമുള്ള പരാതികളും ജനങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. നമുക്ക് അറിയാം, ഈ സാഹചര്യം, ഇപ്പോഴത്തെ സാഹചര്യം നമുക്ക് അറിയാം. കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് ജനങ്ങൾ പട്ടിണി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ക്ഷേമ പെൻഷനുകൾ കിട്ടാത്ത സാഹചര്യം, അതുപോലെ തന്നെ റേഷൻ കടകളിൽ ആയാൽ പോലും, അല്ലെങ്കിൽ തന്നെ മാവേലി സ്റ്റോറുകളിലൊന്നും ഈ ഭക്ഷണ സാധനങ്ങൾ ഇല്ലാത്ത ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇത്തരം ഒരു സാഹചര്യം ഈ സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിന്റെ ദുർഭരണം കൊണ്ടുണ്ടായ ഈ സാഹചര്യത്തിൽ ജനങ്ങൾ വലയുന്ന ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂട്ടമായി എത്തുകയും സ്വീകരിക്കുന്നതോടൊപ്പം തങ്ങളുടെ പരാതി, ക്ഷേമ പെൻഷൻ വിഷയത്തിലായിക്കോട്ടെ, മറ്റു വിഷയത്തിലായിക്കോട്ടെ, തങ്ങളുടെ പരാതി കൂടി വി മുരളീധരനോട് പങ്കുവെക്കുന്നുണ്ട്, അറിയിക്കുന്നുണ്ട്. അതായത് ഇത്തരം ഇതെല്ലാം പങ്കുവെക്കുന്നത്, അല്ലെങ്കിൽ ഇതെല്ലാം പറയുന്നത് തങ്ങളുടെ നേതാവാണ്, അല്ലെങ്കിൽ തങ്ങൾക്ക് ഈ എന്തെങ്കിലും ചെയ്തു തരാൻ കഴിവുള്ള ഒരാളാണ് എന്നതുകൊണ്ടാണ് വി മുരളീധരനോട് ഇതെല്ലാം പങ്കുവെക്കുന്നത്, പറയുന്നത്. തങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ള, കെൽപ്പുള്ള, ആർജവമുള്ള നേതാവാണ് വി മുരളീധരൻ എന്നതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാവരും കൂട്ടമായി എത്തുകയും അദ്ദേഹത്തെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കാഴ്ചയും നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും ആറ്റിങ്ങൽ മണ്ഡലത്തിലൂടെ ഈ വാഹന പര്യടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ മേഖലകൾ, ഗ്രാമാന്തരങ്ങളിലടക്കം ഈ വാഹന പ്രചാരണ ജാഥ കടന്നു പോകുന്നുണ്ട്. മറ്റൊരാളും എത്തപ്പെടാത്തത്രയും ഉൾഭാഗങ്ങളിലെല്ലാം, അതായത് ഗ്രാമാന്തരങ്ങളിലെ ഉൾഭാഗങ്ങളിലേക്കെല്ലാം ഈ വാഹന പ്രചരണ ജാഥ ഇറങ്ങിച്ചെല്ലുകയും ചെയ്യുന്നുണ്ട്. അവിടെ നിന്നെല്ലാം അദ്ദേഹത്തിന്റെ പ്രസംഗം പോലും ഈ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഒരിക്കൽ പോലും അദ്ദേഹം രാഷ്ട്രീയം പറയാൻ തയ്യാറായിട്ടേ ഇല്ല. അത്തരത്തിലൊരു രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ തന്റെ രാഷ്ട്രീയ എതിരാളികളെ പോലും കടന്നാക്രമിക്കാതെ താൻ വന്നിരിക്കുന്നത് മോദിയുടെ ആ ഗ്യാരണ്ടി നടപ്പിലാക്കാൻ വേണ്ടിയാണെന്ന്, ആ ഗ്യാരണ്ടി ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിലും ഉറപ്പാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അതായത് ഈ പല ജനങ്ങൾ ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളാണ്, അവർ അത് അനുഭവിച്ചവരാണ്. നമുക്കറിയാം, ആ ഏതൊക്കെ പദ്ധതികളാണോ അനുഭവിച്ചത്, ആ പദ്ധതികളെ മാത്രം എടുത്ത് പറഞ്ഞുകൊണ്ട്, ആ പദ്ധതികളുടെ ഫലത്തിൽ അർഹരായവരെ, ഗുണഭോക്താക്കളായവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് മാത്രമാണ് സംസാരിക്കുന്നത്. ഇത്തരം പദ്ധതികൾ, ജനക്ഷേമപരമായ പദ്ധതികളെല്ലാം നടപ്പിലാക്കിയ സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. അതുകൊണ്ട് തന്നെ തനിക്ക് ഈ മണ്ഡലത്തിൽ നിന്നും ഒരു അവസരം തരണം. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, ആറ്റിങ്ങലിലെ ജനവിഭാഗങ്ങൾക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് തനിക്കൊരു അവസരം നൽകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഇത്തരത്തിലാണ് മുരളീധരന്റെ വോട്ടഭ്യർത്ഥന പോലും നടക്കുന്നത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ നമുക്കറിയാം, ഈ അടുത്ത സമീപകാലത്ത് നമ്മൾ കണ്ടതാണ്, പരസ്പരം കരിവാരിത്തേക്കുകയും ചെടിവാരിത്തേക്കുകയും ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന വാർത്തകൾ പലതും നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അത്തരം സമീപനങ്ങളൊന്നും സ്വീകരിക്കാതെ വികസനം എന്നത് മാത്രം മുഖമുദ്രയാക്കിക്കൊണ്ട് ഒരു സമീപനമാണ്, അല്ലെങ്കിൽ ഒരു വാഹന പ്രചരണ ജാഥയാണ്, ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് വി മുരളീധരന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇതും ഏറെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. മറ്റുള്ളവർ എല്ലാവരും. ശരി പ്രശാന്ത്, NDA സ്ഥാനാർത്ഥികളുടെ പ്രചാരണ അജണ്ട തന്നെ വികസന മുഖമുദ്ര തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനത്തിന്റെ തുടർച്ച തന്നെയാവണം ഇത്തവണയെന്ന് തന്നെയാണ് ഓരോ NDA സ്ഥാനാർത്ഥിയും ആഗ്രഹിക്കുന്നതും. NDA സ്ഥാനാർത്ഥി വി മുരളീധരന്റെ വാഹന പ്രചാരണ ജാഥ പുരോഗമിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.